ഇത് വോയിസ് ഓഫ് അറബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി അവസരമാണ്. നിരവധി ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് പാസ്സായവർക്കും വരെ അപേക്ഷിക്കാവുന്ന അവസരം. പരീക്ഷയുണ്ടോ ഇല്ലയോ, ശമ്പളം എത്രയാണ്, പ്രായപരിധി എത്ര വരെ, ഏത് ജില്ലകളിലാണ് ജോലി ഒഴിവുകൾ ഉള്ളത്, അപേക്ഷിക്കുന്ന വിധം എന്താണ്, ആവശ്യമായ യോഗ്യതകൾ എന്തെല്ലാം, ഈ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ജോലി അവസരങ്ങൾ പലപ്പോഴും എല്ലാവർക്കും അറിയാതെ പോകുന്നവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. നിങ്ങൾക്ക് മാത്രമല്ല, ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. 1. കേരള നിയമസഭ സെക്രട്ടേറിയറ്റിലേക്ക് അമിനിറ്റീസ് അസിസ്റ്റന്റ് MLA ഹോസ്റ്റൽ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വകുപ്പ് നിയമസഭാ സെക്രട്ടേറിയറ്റ്. തസ്തിക MLA ഹോസ്റ്റൽ അമിനിറ്റീസ് അസിസ്റ്റന്റ്. കാറ്റഗറി നമ്പർ 782/2025. ശമ്പളം 24,400 തൊട്ട് 55,200 രൂപ വരെ. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. നിയമാനുസൃതമായ ഇളവുകൾ അനുവദനീയമാണ്. എന്നാൽ പരമാവധി പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. അപേക്ഷിക്കേണ്ട വിധം: കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തി അപേക്ഷ നൽകണം. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തിയിരിക്കണം. പുതിയ പ്രൊഫൈൽ തുടങ്ങുന്നവർ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ വേണം അപ്ലോഡ് ചെയ്യാൻ. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ അവസാനിക്കുന്ന തീയതി 4/2/2026. അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. 2. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ഗ്രൂപ്പ് D തസ്തികകളിലേക്കുള്ള നിയമനത്തിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷ നൽകാം. വിവിധ തസ്തികകളിലായി 22,000 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 10ാം ക്ലാസ് ITI പാസ്സായിരിക്കണം. 18 മുതൽ 33 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഈ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടും. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ 600 ഒഴിവ്. അസിസ്റ്റന്റ് പാലം 600 ഒഴിവ്. ട്രാക്ക് മെയിൻ്റനർ ഗ്രൂപ്പ് 4 11,000 ഒഴിവ്. അസിസ്റ്റന്റ് PV 300 ഒഴിവ്. അസിസ്റ്റന്റ് TRD 800 ഒഴിവ്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ 200 ഒഴിവ്. അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ 500 ഒഴിവ്. അസിസ്റ്റന്റ് TL ആൻഡ് AC 50 ഒഴിവ്. അസിസ്റ്റന്റ് C&W 1000 ഒഴിവ്. പോയിന്റ്സ്മാൻ B 5000 ഒഴിവ്. അസിസ്റ്റന്റ് S&T 1500 എന്നിങ്ങനെയാണ് തസ്തികകളും ഒഴിവുകളും. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 20. അപേക്ഷാ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. 3. 18 വയസ്സ് കഴിഞ്ഞു എങ്കിൽ ആധാർ സൂപ്പർവൈസർ ആകാം. കേരളത്തിൽ മിക്ക ജില്ലകളിലും ഒഴിവുകൾ. CSC ഗവേണേഴ്സ് സർവീസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള ആധാർ സേവാ കേന്ദ്രത്തിൽ ആധാർ ഓപ്പറേറ്റർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേരളത്തിൽ 11 ജില്ലകളിൽ അവസരമുണ്ട്. ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം, വയനാട് ജില്ലകളിലാണ് അവസരം. ഈ ജില്ലകളിൽ നിരവധി ഒഴിവുകളാണ് ഉള്ളത്. 18 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് അപേക്ഷ നൽകാം. 12ാം ക്ലാസ് ഇന്റർമീഡിയറ്റ് സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ
10ാം ക്ലാസ്സും 2 വർഷത്തെ ITIയും അല്ലെങ്കിൽ 10ാം ക്ലാസ് 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷ നൽകാം. ആധാർ സേവനം നൽകുന്നതിനായി UIDAI അംഗീകരിച്ച ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫൈയിങ് ഏജൻസി നൽകുന്ന ആധാർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരിക്കണം. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സെമി സ്കിൽഡ് ജീവനക്കാർക്ക് അതത് സംസ്ഥാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേതനം ലഭിക്കും. ജനുവരി 31 മുമ്പ് അപേക്ഷിക്കണം. പൂർണ്ണമായും കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് മാത്രമാണ് നിയമനം. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ സ്റ്റേറ്റ് ടീമിന് ഓതറൈസേഷൻ റിക്വസ്റ്റ് ലഭിക്കും. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആധാർ സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും. ഈ വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആധാർ സൂപ്പർവൈസർ പരീക്ഷ എഴുതാം. അപേക്ഷ നൽകുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ഇതേ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക. അടുത്തത് എഞ്ചിനീയർ മുതൽ ടിക്കറ്റ് കൗണ്ടർ അസിസ്റ്റന്റ് വരെ ഒഴിവ്. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ ജോലി. 10ാം ക്ലാസ്സുകാർക്കും അവസരം. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമുള്ള നിരവധി ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ ടിക്കറ്റ് കൗണ്ടർ അസിസ്റ്റന്റ് വരെ ആകെ 17 ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ അപേക്ഷിക്കാം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ 36,600 മുതൽ 79,000 വരെ ശമ്പളം ലഭിക്കാം. സിവിൽ എഞ്ചിനീയറിംഗ് 55% മാർക്കോടെ പാസ്സായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അടുത്തത് സയന്റിഫിക് ഓഫീസർ. ആകെ 4 ഒഴിവുകളുണ്ട്. 32,300 മുതൽ 68,700 വരെ ശമ്പളം ലഭിക്കാം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ MSc അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിൽ BTech പൂർത്തിയാക്കിയിരിക്കണം. അടുത്തത് സബ് എഞ്ചിനീയർ സിവിൽ. ആകെ 1 ഒഴിവാണ് ഉള്ളത്. 26,500 മുതൽ 56,700 രൂപ വരെ ശമ്പളം ലഭിക്കാം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്തത് ഇലക്ട്രോണിക് മെക്കാനിക്. ആകെ 1 ഒഴിവാണ് ഉള്ളത്. 17,500 തൊട്ട് 39,500 രൂപ വരെ ശമ്പളം ലഭിക്കാം. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇലക്ട്രിക് വിഷയത്തിൽ ITയോ പാസ്സായിരിക്കണം. ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്തത് സബ് സ്റ്റേഷൻ അസിസ്റ്റന്റ്. 17,500 തൊട്ട് 39,500 രൂപ വരെ ശമ്പളം ലഭിക്കാം. ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, വയർമാൻ ലൈസൻസ് ആൻഡ് പെർമിറ്റ്. ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്തത് ജനറൽ ഇലക്ട്രീഷ്യൻ. ആകെ 1 ഒഴിവ്. 17,500 തൊട്ട് 39,500 രൂപ വരെ ശമ്പളം ലഭിക്കാം. 10ാം ക്ലാസ്, ഇലക്ട്രിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ITI മിനിമം 55% മാർക്ക്. ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ലോവർ ഡിവിഷൻ ക്ലർക്ക്. 11,000 തൊട്ട് 41,500 രൂപ വരെ ശമ്പളം ലഭിക്കാം. BCom അല്ലെങ്കിൽ BSc മാത്സ്, KGTE ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹയർ. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അടുത്തത് റിസപ്ഷനിസ്റ്റ്. 17,500 തൊട്ട് 39,500 രൂപ വരെ ശമ്പളം ലഭിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ പരിചയം. ഇംഗ്ലീഷിൽ ഭാഷാ പ്രാവീണ്യം. അടുത്തത് ടിക്കറ്റ് കൗണ്ടർ അസിസ്റ്റന്റ്. 17,500 തൊട്ട് 39,500 രൂപ വരെ ശമ്പളം ലഭിക്കാം. ഡിഗ്രി, 10ാം ക്ലാസ്, KGTE ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹയർ. ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. തിയേറ്റർ അസിസ്റ്റന്റ്. 16,500 തൊട്ട് 35,700 രൂപ വരെ ശമ്പളം ലഭിക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം കാണുക. അപേക്ഷ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി 20. അടുത്തത് കേരള ഹൈഡൽ ടൂറിസം സെന്ററിൽ നിരവധി ഒഴിവുകൾ.
8ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷ നൽകാം. കേരള ഹൈഡൽ ടൂറിസം സെന്ററിൽ നിയമനം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേരള പുറത്തിറക്കി. ക്ലീനിംഗ് സ്റ്റാഫ്, ലൈഫ് ഗാർഡ്, ക്ലാർക്ക് തുടങ്ങിയ തസ്തികയിൽ നിയമനം നടത്തുന്നത്. ആകെ 8 ഒഴിവുകളാണുള്ളത്. 8ാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ അപേക്ഷ നൽകാം. തസ്തിക ഒഴിവുകളുടെ എണ്ണം: ട്രെയിനിങ് വർക്കർ ആൻഡ് ക്ലീനിംഗ് സ്റ്റാഫ് 5, ട്രെയിനിങ് ഗാർഡ് ആൻഡ് ലൈഫ് ഗാർഡ് 2, ക്ലാർക്ക് 1. വിദ്യാഭ്യാസ യോഗ്യത: ട്രെയിനിങ് വർക്കർ ക്ലീനിംഗ് സ്റ്റാഫ് 8ാം ക്ലാസ് പാസ്, മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. ട്രെയിനിങ് ഗാർഡ് ആൻഡ് ലൈഫ് ഗാർഡ് യോഗ്യത 10ാം ക്ലാസ് പാസ്, ലൈഫ് സേവിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ക്ലാർക്ക് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന പ്രത്യേക യോഗ്യതകൾ വേണം. പരിചയം: ബന്ധപ്പെട്ട തസ്തികകളിൽ മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. ഗാർഡ് തസ്തികകൾക്ക് ശാരീരിക ക്ഷമത നിർബന്ധം. നിയമനം ലഭിക്കുന്നവർക്ക് 18,000 മുതൽ 22,240 രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും വിജ്ഞാപനം സന്ദർശിക്കാനും വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 19 ജനുവരി 2026. അടുത്തത്, വനിതകൾക്ക് സ്വിഫ്റ്റ് ബസ്സിൽ ഡ്രൈവർ കം കണ്ടക്ടർ ആകാം. കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്വിഫ്റ്റ് KSRTC വനിതാ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികകളിലേക്ക് നിയമനത്തിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. തിരുവനന്തപുരം ജില്ലാ പരിധിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലാണ് നിയമനം. യോഗ്യത: 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യ യോഗ്യതയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് സാധുവായ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിൾ HPV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കുറഞ്ഞ പ്രായപരിധി 20 വയസ്സാണ്. LMV ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി പ്രായം 30 വയസ്സും HPP ലൈസൻസ് ഉള്ളവർക്ക് 45 വയസ്സുമാണ് പ്രായപരിധി. പാസഞ്ചർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് പ്രാപ്തരായ ആരോഗ്യവതികളായിരിക്കണം. 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനു പുറമെ ചെയ്യുന്ന അധിക ഡ്യൂട്ടിക്ക് മണിക്കൂറിന് 130 രൂപ വീതം അധിക വേതനം അനുവദിക്കും. ഇതിനു പുറമെ ഇൻസെൻറ്റീവ്, അലവൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും. ആഴ്ചയിൽ ഒരവധി അനുവദിക്കുന്നതാണ്. എഴുത്തു പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവ ഉൾപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ്. എഴുത്തു പരീക്ഷയിൽ വിജയിക്കുന്നവരെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനും പിന്നീട് ഇന്റർവ്യൂവിനും വിളിക്കുക. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നിർബന്ധമായിരിക്കും. പരിശീലന കാലയളവിൽ നിശ്ചിത നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. ഓൺലൈൻ അല്ലാത്ത സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ തെളിയിക്കുന്ന രേഖകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം കാണാൻ ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി 21 വൈകിട്ട് 5 മണി വരെ. അടുത്തത്, ലാബ് അസിസ്റ്റന്റ് മുതൽ റിസർച്ച് അസിസ്റ്റന്റ് വരെ. കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. നാഷണൽ സോയിൽ മാപ്പിംഗ് പ്രോഗ്രാമിന് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്കാകും നിയമനം ലഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് CMD പുറത്തിറക്കി. തസ്തികയും ഒഴിവുകളും: ഫീൽഡ് ഓഫീസ് സോയിൽ സർവേ ഓഫീസർ, ഒഴിവുകൾ 12. യോഗ്യത: BSc അഗ്രികൾച്ചർ. പരിചയം: 6 മാസത്തെ പ്രവൃത്തി പരിചയം. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 46,230 പ്രതിമാസം. ഫീൽഡ് അസിസ്റ്റന്റ്, ഒഴിവുകൾ 19. യോഗ്യത: BHC അഗ്രികൾച്ചർ പാസ്. പരമാവധി പ്രായം 36. വേതനം 21,000 പ്രതിമാസം. ലസ്കർ, ഒഴിവുകൾ 16. യോഗ്യത: 10ാം ക്ലാസ് പാസ്. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 19,310 പ്രതിമാസം. സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറികൾ റിസർച്ച് അസിസ്റ്റന്റ്, ഒഴിവുകൾ 12. യോഗ്യത: BSc അഗ്രികൾച്ചർ. പരിചയം: 6 മാസത്തെ ലാബ് പരിചയം അഭിലഷണീയം. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 46,230 പ്രതിമാസം.
ലാബ് അസിസ്റ്റന്റ് ഒഴിവുകൾ 7. യോഗ്യത BSc ലൈഫ് സയൻസ് കെമിസ്ട്രിക്ക് മുൻഗണന. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 21,000 പ്രതിമാസം. ലാബ് അറ്റൻഡർ ഒഴിവുകൾ 7. യോഗ്യത 10ാം ക്ലാസ്. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 19,310 പ്രതിമാസം. ഫീൽഡ് അസിസ്റ്റന്റ് ഒഴിവുകൾ 7. യോഗ്യത VHSC അഗ്രികൾച്ചർ പാസ്. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 21,000 പ്രതിമാസം. ലസ്കർ ഒഴിവുകൾ 12. യോഗ്യത 10ാം ക്ലാസ്. പരമാവധി പ്രായം 36 വയസ്സ്. GIS എക്സ്പേർട്ട് ഒഴിവുകൾ 20. യോഗ്യത ജിയോ ഇൻഫർമാറ്റിക്സിൽ PG. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 32,550 പ്രതിമാസം. പ്രോജക്ട് കൺസൾട്ടന്റ് ഒഴിവുകൾ 2. യോഗ്യത പരിചയം സോയിൽ സർവേ മേഖലയിൽ കുറഞ്ഞത് 15 വർഷത്തെ പരിചയം. വേതനം 50,000 പ്രതിമാസം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകൾ 7. യോഗ്യത +2 ആൻഡ് DCA. പരിചയം 1 വർഷം. പരമാവധി പ്രായം 36 വയസ്സ്. വേതനം 22,240 പ്രതിമാസം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജനുവരി 22 വൈകുന്നേരം 5 മണി വരെ. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.